प्यारे बच्चों आदाब। 10वीं जमात का हमारा पहला क्लास उर्दू का पहला क्लास आज शुरू करना है। इस क्लास की तरफ आप सबका खैर मुकद्दम करता हूँ। आप सबके लिए वार्म वेलकम। बच्चों देखो, हमारे पहला यूनिट का नाम दिल से दिल मिलाए, दिल से दिल मिलाए। बच्चों, ये कोविड-19 का ज़माना है, कोरोना का ज़माना है और आज हम स्कूल नहीं जाते, मस्जिद में नहीं जाते, हमारे माँ बाप और दादा दादी के घर नहीं जाते और बाज़ार में भी नहीं जाते। हम सब घर में ही बैठते हैं और आपस में हमें क्या नहीं, जिस्मानी ताल्लुक़ नहीं, जिस्मानी ताल्लुक़ शारीरिक बंधन नहीं है, लेकिन हम दिल से ताल्लुक़ रखना है, दिल से ताल्लुक़ रखना है। जिस्म से हम अलग रखना है, बदन से हम अलग रखना है, ശരീരം കൊണ്ട് നമ്മൾ വേറിട്ട് നിൽക്കണം. लेकिन दिल से हम जोड़कर चाहिए, जोड़ना चाहिए, മനസ്സുകൊണ്ട് നമ്മൾ ഒന്നിക്കണം. इसलिए हमारा पहला यूनिट का नाम दिल से दिल मिलाए, दिल से दिल मिलाए, മനസ്സുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേരാം. ബച്ചോ, ഈ ഒരു പാഠം, ഈ ഒരു ഹെഡിങ് ഈ കൊറോണ കാലത്ത് നമുക്ക് വളരെ അർത്ഥവത്തായ ഒരു പാഠമാണ്. ബാക്കി देखो, उसमें एक शेर है, जब जेब में पैसे बचते हैं, जब पेट में रोटी होती है, उस वक्त ये जर्रा हीरा है, इस वक्त ये शबनम मोती है. ഒന്നുകൂടി നോക്കൂ. जब जेब में पैसे बचते हैं, जब पेट में रोटी होती है, उस वक्त ये जर्रा हीरा है, इस वक्त ये शबनम मोती है. ओके बच्चों, अभी आप लोग इस पेज में एक अच्छी तस्वीर है, वो तस्वीर देखो. बच्चों, इस तस्वीर में आप क्या क्या देखते हैं? इस तस्वीर में आप क्या क्या देखते हैं? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒന്ന് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കൂ. एक तरफ बड़े 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 फ्लैट होता है, അല്ലെങ്കിൽ बड़े बड़े घर होते हैं, और दूसरी तरफ छोटी छोटी झोंपड़ी होती है. ഒരു ഭാഗത്ത് വലിയ വലിയ കെട്ടിടങ്ങളും മറുഭാഗത്ത് ചെറിയ ചെറ്റക്കുടിലുകളും ഉണ്ട്. ഓക്കെ, झोंपड़ी के सामने कौन है? बच्चों, झोंपड़ी के सामने कौन है? ആ കുടിലിന് മുന്നിൽ ആരാണുള്ളത്? एक नन्ना मुन्ना बच्चा, एक गरीब बच्चा, एक मुफलिस ബച്ച, ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു കുട്ടി അവിടെ ഉണ്ട്, അല്ലേ? ഓക്കെ ബച്ചോ, यहाँ दो क्वेश्चन है. देखो बच्चों, ഈ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ട് ആ കുട്ടിയുടെ ഒരു മുഖഭാവം നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ടെൻഷൻ തോന്നുന്നു, അല്ലേ? വളരെ പ്രയാസം തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം പറയാം. ബച്ച ക്യോ പരേഷാൻ ഹേ? ബച്ച, ആ കുട്ടി, ക്യോ എന്തുകൊണ്ട്, പരേഷാൻ ഹേ മായൂസ് ഹേ എന്തിനാണ് ആ കുട്ടി വിഷമിച്ചിരിക്കുന്നത്? ആ കുട്ടി എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഉത്തരം പറഞ്ഞു നോക്കൂ. നമുക്ക് തന്നെ അറിയാലോ, ആ കുട്ടിയുടെ മുഖഭാവം നോക്കൂ. എന്തിനാണ് ആ കുട്ടി മുഷിഞ്ഞിരിക്കുന്നത്? എന്തിനാണ് ആ കുട്ടി ദുഃഖിച്ചിരിക്കുന്നത്? उसका आंसर क्या है? उत्तर എന്താണ്?
വോ ഭൂക്കാ ഹുവ ഏക് ഗരീബ് ബച്ചാ ഹേ. അതിന് ഉത്തരാണ് നമ്മൾ പറയുന്നത്. വോ ഭൂക്കാ ഹുവ ഏക് ഗരീബ് ബച്ചാ ഹേ. ആ കുട്ടി ആരാണ്? ഭൂക്കാ ഹുവ വിശന്നു കൊണ്ടിരിക്കുന്ന ഏക് ഗരീബ് ബച്ചാ ഹേ, ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഉസ്കെ ഹാത്ത് സെ, അവന്റെ കയ്യിൽ നിന്ന് കവ്വേനെ, ഒരു കാക്ക എന്ത് ചെയ്തു? അപ്പിനി റോട്ടി ചീൻ ലിയ, അപ്പിനി റോട്ടി ചീൻ ലിയ, അവന്റെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് അവന്റെ റൊട്ടി കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇസ്ലിയെ ഓ പരേശാനിയെ, അതുകൊണ്ടാണ് അവൻ അസ്വസ്ഥനായിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരം പറയാലോ? ബച്ചാ ക്യോ പരേശാൻ ഹേ, കുട്ടി എന്തുകൊണ്ടാണ് അസ്വസ്ഥനായിരിക്കുന്നത്? ഇസ് ബച്ചയ്ക്ക് ഓ ബച്ചാ കൈസാ ബച്ചാ ഹേ, ആ കുട്ടി എങ്ങനത്തെ കുട്ടിയാണ്? ഭൂക്കാ ഹുവ ഏക് ഗരീബ് ബച്ചാ ഹേ, വിശന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഉസ്കെ ഹാത്ത് മേ ഏക് ബർത്തൻ ഥാ, അവന്റെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. ഇസ് ബർത്തൻ മേ ചപ്പാത്തി ഥി റോട്ടി ഥി, ലേക്കിൻ ഏക് കൗവേനെ വോ ചപ്പാത്തി വോ റോട്ടി ഛീൻ ലിയ, ഒരു കാക്ക ആ ചപ്പാത്തി എന്ത് ചെയ്തു? തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇസ്ലിയെ വോ പരേശാൻ ഹേ. ബच्चों देखो, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻസാൻ की बुनियादी जरूरियात क्या है? इंसान की बुनियादी जरूरियात क्या है? इंसान की, മനുഷ്യരുടെ ബുനിയാദി ജറൂരിയാത്ത്, ബേസിക് നീഡ്സ്. ബുനിയാദി ജറൂരിയാത്ത്, ബേസിക് നീഡ്സ്, അത്യാവശ്യമായ വസ്തുക്കൾ ക്യാ ക്യാ ഹൈ, എന്തൊക്കെയാണ്? ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ വളരെ അത്യാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞു നോക്കൂ. ഇതാ ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഘർ, ഖാന, കപ്പട. ഘർ വീട് വേണം, ഖാന ഭക്ഷണം വേണം, കപ്പട വസ്ത്രം വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ ഷെയറിലേക്ക് ഒന്നുകൂടി നോക്കൂ. നമ്മള് ജബ് ജേബ് മേ പൈസേ ബജ്തേ ഹേ, ജബ് പേട്ട് മേ റോട്ടി ഹോത്തി ഹേ, ഉസ് വക്ത് യേ സർറാ ഹീരാ ഹേ, ഇസ് വക്ത് യേ ശബനം മോത്തി ഹേ. നമുക്ക് ആ കവിതയിലേക്ക് ഒന്ന് നോക്കാം. ജേബ് മേ, जेब में, उसका माना क्या है? पॉकेट में. पैसे बचते हैं, पैसे बचते हैं, पैसा बाकी होते हैं, पैसे बचते हैं, पैसा बाकी होते हैं, പണം ഉണ്ടെങ്കിൽ. पेट में, पेट में, पेट क्या माना क्या है? स्टमक. पेट में വയറ്റിൽ. റോട്ടി ഹോത്തി ഹേ, ഭക്ഷണം ഉണ്ടാകുന്നു. റോട്ടി ഖാന, ഭക്ഷണം ഉണ്ടാകുന്നു. ഊസ് വക്ത്, ആ സമയത്ത്. യെ സർറ ഹീരാഹെ, ഹീരാഹെ ഹീരാറ മോത്തി, മുത്ത്, ഡയമണ്ട്. ഇസ് വക്ത് യെ ശബനം, ശബനം എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളി, മോത്തി ഹേ മുത്തായി മാറും. ഇനി നമുക്ക് ഇതിന്റെ ആശയത്തെ ഒന്ന് നോക്കാം. ജബ് ജേബ് മേ പൈസേ ബജ്തേ ഹേ, ഹമാരെ പോക്കറ്റ് മേ പൈസേ ബജ്തേ ഹേ, നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ. ജബ് പേട്ട് മേ റോട്ടി ഹോത്തി ഹേ, നമ്മുടെ വയറ്റിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ. അതായത് ഒരാളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അയാൾ ആരാണ്? അമീർ ആദമി ഹേ, ദൗലത്ത് മന്ദ് ഹേ, അയാള് സമ്പന്നനാണ്. ആ സമ്പന്നന് ഏത് സമയത്ത് എന്ത് ചെയ്യുന്നു? ഉസ്കാ പേട്ട് ഭർത്തേ ഹേ, അവന്റെ വയറെപ്പോഴും നിറയ്ക്കുന്നു. അപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് എപ്പോഴും നിറഞ്ഞിരിക്കും. അതാണ് അതിന്റെ ആശയം. അഥവാ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടും, ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറെപ്പോഴും നിറഞ്ഞിരിക്കും. ഉസ് വക്ത് യേ സർറ ഹീരാഹെ, ആ സമയത്ത്, അതായത് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ദാഹവും വിശപ്പും ഇല്ലാത്ത അവസ്ഥയിൽ. യേ സർറ ഹീരാഹെ, ഈ ഭൂമുഖത്തുള്ള ഓരോ വസ്തുക്കളും നമുക്ക് മുത്ത് പോലെയാണ്. ഇസ് വക്ത് യേ ശബനം മോത്തി ഹെ, നല്ല വയറ് നിറഞ്ഞിരിക്കുമ്പോൾ യേ ശബനം, മഞ്ഞുതുള്ളികൾ, മോത്തി ഹെ, നമുക്ക് മുത്ത് പോലെ അനുഭവപ്പെടുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഹമാരെ പാസ് പൈസ ഹോത്തോ, അല്ലെങ്കിൽ ഹമാരെ പേട്ട് ബർജായത്തോ, നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഹംകോ ക്യാ ഹോത്തി ഹെ? ഖുഷി ഹോത്തി ഹെ, നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നു. ലേക്കിൻ ഏക് ഗരീബ് ആദമിക്കോ ക്യാ നഹി ഹോത്തി? ഖുഷി നഹി ഹോത്തി. ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരിക്കലും എന്തുണ്ടാവില്ല?
സന്തോഷം ഉണ്ടാവുകയില്ല. ഓ ഹമേശ ദുഃഖി ഹോത്തേ ഹെ, അവരെപ്പോഴും എന്ത് ചെയ്യുന്നു? ദുഃഖിച്ചുകൊണ്ട്. ബച്ചോ ഹമാര പഹല ദർസ് പഹല ചാപ്റ്റർ देखो सताती है मुफलिसी. सताती है मुफलिसी. मुफलिसी क्या है? गरीबी, पट्टनी. देखो बेटे तुम यहीं इस दुकान के पास रहो, मैं अपना काम पूरा करके अभी आई. लक्ष्मी अपने बेटे साजन को दुकान पर छोड़कर बाजार की सफाई में मसरूफ हो गई. लक्ष्मी अपने बेटे साजन को दुकान पर छोड़कर बाजार की सफाई में मसरूफ हो गई और अपने बेटे से बोली, बेटे तुम यही इस दुकान के पास रहो, मैं अपना काम पूरा करके अभी आई. समझा? हाँ, लक्ष्मी अपने बेटे को कहाँ छोड़कर गई? लक्ष्मी अपने बेटे साजन को दुकान पर छोड़कर, എവിടെ? दुकान पर छोड़कर, കടയുടെ അടുത്ത് നിർത്തിയിട്ട് बाजार की सफाई में मसरूफ हो गई. और बेटे से क्या बोली? കുട്ടിയോട് എന്ത് പറഞ്ഞു? बेटे तुम यही इस दुकान के पास रहो, मैं अपने काम पूरा करके अभी आई. ലക്ഷ്മി തൻ്റെ മകനെ കടയുടെ അടുത്ത് ഇരുത്തിയിട്ട് അങ്ങാടികളും പീടികകളും വൃത്തിയാക്കുന്നതിൽ ഏർപ്പെട്ടു. എന്നിട്ട് തൻ്റെ മകനോട് പറഞ്ഞു, ബേട്ടെ തും യഹി ഇസ് ദുകാൻ കെ പാസ് രഹോ, നീ ഇവിടെ ഈ കടയുടെ അടുത്ത് നിൽക്കൂ, മൈ അപ്ന കാം പൂരാ കർക്കെ അഭി ആയി, ഞാൻ എൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഉടനെ വരാം. शहर में बड़ी चहल पहल थी. शहर में बड़ी चहल पहल थी. शहर में, टाउन में, बड़ी चहल पहल थी. चहल पहल ഷോർ വകുൽ, ബഹളം ഉണ്ടായിരുന്നു. ഷഹർ എന്നാൽ പട്ടണത്തിൽ നല്ല ബഹളം ഉണ്ടായിരുന്നു. ചാറോ തറഫ് ഷോറോ ഗുൽ മച്ചാഹുവാദ. ചാറോ തറഫ് നാലു ഭാഗത്തും അല്ലെങ്കിൽ ചുറ്റുഭാഗത്തും ഷോറോ ഉൽ മച്ചാഹുവാദ ആകെ ഒച്ചപ്പാടുകളായിരുന്നു. അങ്ങാടിയിലൂടെ ഒരു രംഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. एक तरफ बड़े बड़े होटलों में आते जाते अमीर लोग. एक तरफ बड़े बड़े होटलों में आते जाते अमीर लोग. एक तरफ അങ്ങാടിയുടെ ഒരു ഭാഗത്ത് ബഡേ ബഡേ ഹോട്ടലോ മേ വലിയ വലിയ ഹോട്ടലുകളിലേക്ക് ആത്തേ ജാത്തെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആര്? അമീർ ലോഗ്. അമീർ ദൗലത്ത് മന്ദ്, സമ്പന്നരായ ആളുകൾ. ദൂസരി തറഫ് ചൂട്ടെ ഖാനെ കെ ലിയെ തറസ്നെ വാലെ ഭിഖാരി ലോഗ്. ദൂസരി തറഫ് ചൂട്ടെ, വായന നല്ലോ ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ നിങ്ങളും വായിക്കണം. दूसरी तरफ झूठे खाने के लिए तरसने वाले भिखारी लोग. दूसरी तरफ അങ്ങാടിയുടെ മറുഭാഗത്ത് ജൂട്ടേ ഖാനെ കെ ലിയെ. ജൂട്ടേ ഖാന എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വേസ്റ്റായി വലിച്ചെറിയുന്ന പീടികയുടെ എച്ചിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾക്കാണ് ജൂട്ടേ ഖാന എന്ന് പറയുന്നത്. ജൂട്ടേ ഖാനെ കെ ലിയെ, ഭക്ഷണത്തിന്റെ വേസ്റ്റിന് വേണ്ടി തറസ്നേവാലെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന, തറസ്നേവാലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭിഖാരി ലോഗ് യാചകരായ ആളുകൾ. बाजार के शिमाली हिस्से में एक पुरानी टूटी फूटी इमारत दिखाई दे रही थी. बाजार के शिमाली हिस्से में एक पुरानी टूटी फूटी इमारत दिखाई दे रही थी. बाजार के शिमाली हिस्से में, അങ്ങാടിയുടെ ഷിമാലി ഹിസ്സേമേ, നോർത്ത് സൈഡിൽ വടക്ക് ഭാഗത്ത് ഏക് പുരാനി ടൂട്ടി ഫൂട്ടി ഇമാറത്ത്, ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ ജീർണിച്ച ഇമാറത്ത്,
ദിഖായി ദേ രഹി തി കണ്ടു. ഉസ്കെ കരീബ് ആ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ അടുത്ത്, ഉസ്കെ കരീബ് ഉസ്കെ പാസ് അതിന്റെ അടുത്ത്, കോടെ കർക്കറ്റ് ക, കോടെ കർക്കറ്റ് ആണ് കച്ചറ, കോടെ കർക്കറ്റ് ക ഡേർ ലഗാ ഹുവാ ഥാ, കച്ചറയുടെ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. വഹാ അവിടെ. അപ്പോൾ നോർത്ത് സൈഡിൽ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ അടുത്ത് മാലിന്യ കൂമ്പാരത്തിന്റെ തൊട്ടടുത്തായിട്ട് ഏക് നന്ന മുന്ന ബച്ച, ഏക് ചോട്ടാ ബച്ച ഒരു ചെറിയ കുട്ടി, ഭൂക്ക് സെ ബലക്ക് കർ, ഭൂക്ക് എന്നാൽ വിശപ്പ്, ഭൂക്ക് സെ ബലക്ക് കർ വിശപ്പ് കൊണ്ട് പൊട്ടിക്കരഞ്ഞ് അപ്പിനി മാസെ അപ്പിനി അമ്മീസെ രോ കർ ഖാന മാഗ്രഹാദ, ഖാന മാഗ്രഹാദ, മാഗ്രഹാദ ആവശ്യപ്പെടുകയായിരുന്നു, ഭക്ഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് കടയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് ആര്? ലക്ഷ്മിയുടെ മകൻ സാജൻ. ഏ മൻസർ ദേഖ് കർ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ സാജൻ കാ ദിൽ ദഹൽ ഹോ ഗയ, ഓ മായുസ് ഹോ ഗയ, അവനാകെ അസ്വസ്ഥനായി. അവൻ മനസ്സ് ഒരുപാട് വേദനിച്ചു പോയി. കാരണം അങ്ങാടിയുടെ ചിത്രമാണ് അവൻ കണ്ടത്. ഒരു ഭാഗത്ത് വലിയ വലിയ ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ധനികരായ സമ്പന്നരായ അമീർ ലോകം, മറുഭാഗത്ത് ഹോട്ടലിൻ്റെ എച്ചിൽ പെറുക്കിയെടുക്കുന്ന യാചകരായ ആളുകൾ, അതുപോലെ തന്നെ നോർത്ത് സൈഡിൽ പൊട്ടിപ്പൊളിഞ്ഞ മാലിന്യക്കൂമ്പാരങ്ങളുടെ അടുത്ത് ഒരു ചെറിയ കുട്ടി തൻ്റെ അമ്മയോട് ഭക്ഷണം ചോദിച്ചുകൊണ്ട് കരയുന്ന ആ ഒരു ദയനീയ രംഗം. സാജൻ കാ ദിൽ ദഹൽ ഹോ ഗയ, അവൻ്റെ മനസ്സ് മായുസ് ഹോ ഗയ, അവൻ അസ്വസ്ഥനായി. ഇത്തിനേമേ ഇതിനിടയിൽ ഏക് ഭിഖാരി ഒരു യാചകൻ ഗീത് ഗാത്തെ ഹുയെ വഹാം പഹുഞ്ച പാട്ട് പാടിക്കൊണ്ട് അവിടെ എത്തി. ഇവിടെ കുറച്ച് പ്രയാസമുള്ള വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സത്താത്തിഹെ വേദനിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു. മസ്റൂഫ് ഹോഗയി മുഴുകി അല്ലെങ്കിൽ ഏർപ്പെട്ടു. ചഹൽ പഹൽ ഷോറോ ഉൽ ബഹളം. ജൂഠേ ഖാന വേസ്റ്റ് ഫുഡ് എച്ചിൽ. ഭിഖാരി യാചകൻ. കോടെ കർക്കറ്റ് കച്ചറ. ബലക്ക് കർണ കരയുക. മാങ്കുന തലാഷ് കർണ ആവശ്യപ്പെടുക. പഹൂഞ്ച ആയ. അപ്പൊ ഇത്തിനേമേ ഇതിനിടയിൽ ഏക്ക് ഭിഖാരി ഒരു യാചകൻ എന്ത് ചെയ്തു? ഗീത് ഗാത്തെ ഹുയെ വഹാം പഹൂഞ്ച പാട്ട് പാടിക്കൊണ്ട് അവിടെ വന്നു. പ്യാരെ ബച്ചോ ആപ്പ് ഏ നരേഷൻ അച്ചി തര പഠിയേ, ഈ ഭാഗം നന്നായി ഒന്ന് നിങ്ങൾ വായിക്കുക. ശേഷം ഞാൻ ഇതിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. बच्चों लक्ष्मी के बेटे का नाम क्या है? लक्ष्मी का बेटा कौन है? ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കണം. ലക്ഷ്മി കാ ബേട്ട കോൻ ഹെ, ലക്ഷ്മിയുടെ മകൻ ആരാണ്? ലക്ഷ്മി കാ ബേട്ട സാജൻ ഹെ. സാജൻ ഹെ. साजन कौन है? साजन एक गरीब बच्चा है. ओके. लक्ष्मी अपने बेटे को कहाँ छोड़कर गई? ലക്ഷ്മി ഈ പാഠഭാഗം ശരിക്കും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ലക്ഷ്മി അപ്പിനെ ബേട്ടേക്കോ കഹാൻ ചോഡ്കർ ഗയി, ലക്ഷ്മി തൻ്റെ മകനെ എവിടെ നിർത്തിയിട്ടാണ് പോയത്? ലക്ഷ്മി अपने बेटे साजन को दुकान पर छोड़कर അല്ലെങ്കിൽ दुकान के पास छोड़कर बाजार की सफाई में मसरूफ हो गई. ओके. सेकंड क्वेश्चन देखो. साजन ने बाजार में क्या क्या देखे होंगे? साजन ने बाजार में क्या क्या देखे होंगे? സാജൻ അങ്ങാടിയിൽ എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക? അമ്മ സാജനെ അങ്ങാടിയിലെ ഒരു ഭാഗത്ത് ഇരുത്തി അങ്ങാടിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നതിനിടയിൽ സാജൻ അങ്ങാടിയിൽ ഇരിക്കുമ്പോൾ
അവൻ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുക? देखो ഏക് तरफ बाजार की एक तरफ അങ്ങനെ പറയണം കേട്ടോ. बाजार की एक तरफ बड़े बड़े होटलों में आते जाते अमीर लोग. बाजार के एक तरफ होटलों में आते जाते दौलतमंद लोग. होटलों में आते जाते अमीर लोग. ഹോട്ടലുകളിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമ്പന്നരായ ആളുകൾ. ദൂസരി തറഫ് ഭിഖാരി ലോഗ്. ദൂസരി തറഫ് ഗരീബ് ലോഗ്. ദൂസരി തറഫ് ഒരു ഭാഗത്ത് ഹോട്ടലോമേ ആത്തെ ജാത്തെ അമീർ ലോഗ്, ഹോട്ടലിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ സമ്പന്നരായ ആളുകൾ. ദൂസരി തറഫ് ഗരീബ് ലോഗ്, മറുഭാഗത്ത് പാവപ്പെട്ട ആളുകൾ. അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളത് പോലെ പറയൂ നോക്കൂ. ഏക് തറഫ് ബഡേ ബഡേ ഹോട്ടലോമേ ആത്തെ ജാത്തെ അമീർ ലോഗ്. ദൂസരി തറഫ് ജൂട്ടെ കാനെ കെ ലിയെ തറസ്നെ വാലെ ഭിഖാരി ലോഗ്. അല്ലെ? അപ്പൊ ഒരു ഭാഗത്ത് സമ്പന്നരായ ആളുകളെ കണ്ടു, ഒരു ഭാഗത്ത് ഗരീബ് ആളുകളെ കണ്ടു. ഏക് തറഫ് അമീർ ലോഗ് और दूसरी तरफ गरीब लोग. പിന്നെന്താ കണ്ടത്? बाजार के शिमाली हिस्से में टूटी फूटी एक पुरानी इमारत के पास एक नन्हा मुन्ना बच्चा अपनी माँ से खाना पूछ रहा है. बाजार के शिमाली हिस्से में एक पुरानी टूटी फूटी इमारत के पास एक छोटा बच्चा, एक छोटा गरीब बच्चा अपनी अम्मी से खाना पूछ रहा है. ഇതൊക്കെയാണ് ഷാജൻ അങ്ങാടിയിൽ കണ്ടത്. പേരെ ബച്ചോ. അപ്പോ അങ്ങാടിയിൽ അവൻ ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആര് അവിടെ വരുന്നുണ്ട്? ഇത്തിനെ മേ ഏക്ക് ഭിഖാരി ഗീത് ഗാത്തെ ഹുയെ വഹാ പഹുഞ്ച. ഇതിനിടയിൽ ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ അവിടെ പാട്ട് പാടിക്കൊണ്ട് അവിടെ വരികയാണ്. ബച്ചോ, ആ പാട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക, നമ്മുടെ 7ാമത്തെ പേജ്. ജബ് ആദമിക്ക് ഹാല് പേ ആതി ഹെ മുഫ്ലിസി. എല്ലാവരും എൻ്റെ കൂടെ വായിക്കണം. ജബ് ആദമിക്ക് ഹാല് പേ ആതി ഹെ മുഫ്ലിസി കിസ് കിസ് തരഹ് സെ उसको सताती है मुफलिसी. किस किस तरह से उसको सताती है मुफलिसी. प्यासा तमाम रोज बिठाती है मुफलिसी. प्यासा तमाम रोज बिठाती है मुफलिसी. भूखा तमाम रात सुलाती है मुफलिसी. भूखा तमाम रात सुलाती है मुफलिसी. ये दुख वो जाने जिस पे के आती है मुफलिसी. ये दुख वो जाने जिस पे के आती है मुफलिसी. അടുത്ത പാരഗ്രാഫ് നോക്കൂ. മുഫ്ലിസ് की कुछ नजर नहीं रखती है आन पर. मुफलिस की कुछ नजर नहीं रखती है आन पर. देता है अपनी जान वो एक एक नान पर. देता है अपनी जान वो एक एक नान पर. हर आन टूट पड़ता है रोटी के ख्वान पर. हर आन टूट पड़ता है रोटी के ख्वान पर. हर आन टूट पड़ता है रोटी के ख्वान पर. जिस तरह कुत्ते लड़ते हैं एक इस्तुखान पर. जिस तरह कुत्ते लड़ते हैं एक इस्तुखान पर वैसा ही मुफलिसों को लड़ाती है मुफलिसी. वैसा ही मुफलिसों को लड़ाती है मुफलिसी. मुफलिस का दर्द दिल में कोई ठानता नहीं. मुफलिस का दर्द दिल में कोई ठानता नहीं. मुफलिस की बात को भी कोई मानता नहीं. मुफलिस की बात को भी कोई मानता नहीं. रात और हस्ब नस्ब को कोई जानता नहीं. रात और हस्ब नस्ब को कोई जानता नहीं. सूरत भी उसकी फिर
कोई पहचानता नहीं, सूरत भी उसकी फिर कोई पहचानता नहीं। या तक नज़र से उसको गिराती है मुफलिसी, या तक नज़र से उसको गिराती है मुफलिसी। അവസാനത്തെ പാരഗ്രാഫ് देखो, दुनिया में लेके शाह से ये यार था फकीर, दुनिया में लेके शाह से ये यार था फकीर, खालिक न मुफलिसी में किसी को करे असीर, खालिक न मुफलिसी में किसी को करे असीर, अशराफ को बनाती है एक आन में फकीर। വല്ലാത്തൊരു വരിയാണ് ഈ വരി. അഷ്റാഫ് കോ ബനാത്തി ഹെ ഇക് ആൻ മേ ഫക്കീർ, അഷ്റാഫ് കോ ബനാത്തി ഹെ ഇക് ആൻ മേ ഫക്കീർ, क्या क्या मैं मुफलिसी की खराबी कहो नज़ीर, क्या क्या मैं मुफलिसी की खराबी कहो नज़ीर। वो जाने जिसके दिल को जलाती है मुफलिसी, वो जाने जिसके दिल को जलाती है मुफलिसी। प्यारे बच्चों, इस नज़म का नाम है सताती है मुफलिसी। ये नज़म किसने लिखा है? ആരാണ് ഈ കവിത എഴുതിയത്? കിസിനെ ലിഖ, ആരാണ് എഴുതിയത്? നസീർ അക്ബറാബാദി ने लिखा है। ये नज़म सताती है मुफलिसी, ये नज़म नज़ीर अकबराबादी ने लिखा है। प्यारे बच्चों, आज अभी हमको ये नज़म तरन्नम के साथ मिलकर गाना चाहिए। നമുക്ക് ഈ കവിതയൊന്ന് ട്യൂണിലൊന്ന് പാടി നോക്കാം. ഓക്കെ? जब आदमी के हाल पे आती है मुफलिसी, जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी। प्यासा तमाम रोज बिठाती है मुफलिसी, भूखा तमाम रात सुलाती है मुफलिसी। ये दुख वो जाने जिस पे के आती है मुफलिसी, ये दुख वो जाने जिस पे के आती है मुफलिसी। जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी। मुफलिस की कुछ नजर नहीं रहती है आन पर, देता है अपनी जान वो एक एक नान पर। मुफलिस की कुछ नजर नहीं रहती है आन पर, देता है अपनी जान वो एक एक नान पर। हर आन टूट पड़ता है रोटी के खान पर, जिस तरह कुत्ते लड़ते हैं एक उस्तखान पर, वैसा ही मुफलिसों को लड़ाती है मुफलिसी, मुफलिसी 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 मुफलिसी। जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी, मुफलिसी 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 मुफलिसी। मुफलिस का दर्द दिल में कोई ठानता नहीं, मुफलिस की बात को भी कोई मानता नहीं, मुफलिस का दर्द दिल में कोई
ठानता नहीं, मुफलिस की बात को भी कोई मानता नहीं, ज़ात और हस्ब नस्ब को कोई जानता नहीं, सूरत भी उसकी फिर कोई पहचानता नहीं, यहाँ तक नजर से उसको गिराती है मुफलिसी, यहाँ तक नजर से उसको गिराती है मुफलिसी, मुफलिसी 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 मुफलिसी। जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी, दुनिया में लेके शाह से यार ता फकीर, खालिक न मुफलिसी में किसी को करे असीर, दुनिया में लेके शाह से यार ता फकीर, खालिक न मुफलिसी में किसी को करे असीर, अशराफ को बनाती है एक आन में फकीर, क्या क्या मैं मुफलिसी की खराबी कहूँ नज़ीर, क्या क्या मैं मुफलिसी की खराबी कहूँ नज़ीर, वो जाने जिसके दिल को जलाती है मुफलिसी, वो जाने जिसके दिल को जलाती है मुफलिसी, मुफलिसी 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 मुफलिसी। जब आदमी के हाल पे आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी, प्यासा तमाम रोज बिठाती है मुफलिसी, भूखा तमाम रात सुलाती है मुफलिसी, मुफलिसी 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 मुफलिसी।